Hi dear friends, this is Mastouk Nizami from Speakeasy English Academy. Today we are going to learn how we can express our thanks in English. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഒരാളോട് താങ്ക്സ് പറയാം, അതിനുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്, ഒരാൾ നമ്മളോട് താങ്ക്സ് പറഞ്ഞാൽ അതിന് തിരിച്ചു നമുക്ക് എങ്ങനെ മറുപടി കൊടുക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. റെഡി? ഏറ്റവും ഇൻഫോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് താങ്ക്സ്, അല്ലെങ്കിൽ താങ്ക്സ് എ ലോട്ട്, അല്ലെങ്കിൽ താങ്ക്സ് എ ബഞ്ചിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസിനെ കുറിച്ച് പഠിക്കാം. ഫോർമലായിട്ട് വളരെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണിത്. Thank you very much. Thank you very much. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, I can't thank you enough. ഒരാൾ വലിയൊരു ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു, നിങ്ങൾക്കറിയില്ല അതിനെ എങ്ങനെ അദ്ദേഹത്തിന് തിരിച്ചു നന്ദി പറയണമെന്ന്. അപ്പോൾ അത്തരം സ്റ്റേജുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫ്രേസ് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. I can't thank you enough. അല്ലെങ്കിൽ I am obliged to you. അല്ലെങ്കിൽ മറ്റൊരു പ്രയോഗമാണ് I am truly grateful to you. I am truly grateful to you. മറ്റൊരു പ്രയോഗമാണ് I appreciate your help. അല്ലെങ്കിൽ I appreciate your time. നമ്മൾ സാധാരണ ഇമെയിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫ്രേസ് അവിടെ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. I appreciate your help. അല്ലെങ്കിൽ I appreciate your time. ഓക്കെ, അപ്പോൾ ഒരാൾ നിങ്ങളോട് താങ്ക്സ് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് അതിന് തിരിച്ചു മറുപടി കൊടുക്കാം? ഓക്കെ, അപ്പോൾ അതിന് ഏറ്റവും പോപ്പുലറായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് യു ആർ വെൽക്കം. യു ആർ വെൽക്കം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം, ഇറ്റ്സ് മൈ പ്ലഷർ. ഇറ്റ്സ് മൈ പ്ലഷർ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, പ്ലീസ് enrich your English by using all this technique. Thank you for watching this video. Have a nice day.